എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അവർ വിവാഹിതരായ സീരിയൽ നെക്സ്റ്റ് വീക്ക് പ്രമോ ആണ് കേട്ടോ പറയാൻ പോകുന്നത്. പ്രമോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഭൂമിജ മദേഴ്സ് ഡേക്ക് അച്ഛന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം അലങ്കരിക്കുന്നുണ്ട്. ആഘോഷത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ആ സമയത്ത് ഭൂമിജ ഭയങ്കര സന്തോഷത്തിലാണ്. സന്തോഷത്തില് നിൽക്കുന്ന ഭൂമിജ എന്റെ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുവാണ്, ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും എന്ന് അഹങ്കാരത്തോടു കൂടി ഞാൻ എല്ലാവരടുത്തും വിളിച്ചു പറയും. അതേസമയം തന്നെ ഇത് അംബികയോട് അതേസമയം തന്നെ ഭൂമിജ ഈ കാര്യം അംബികയോടുത്ത് പറയുമ്പോഴത്തേക്കും അംബികയുടെ മുഖം വിഷമിച്ചാണ് ഇരിക്കുന്നത്. ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സത്യദാസ് വരുന്നുണ്ട്. സത്യദാസിന്റെ അടുത്തേക്ക് ഭൂമിജ പോകുന്നുണ്ട്. കാണുന്ന അച്യുതൻ അംബികയോട് എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ഭൂമിജ മോളുടെ യഥാർത്ഥ അച്ഛൻ. സങ്കടത്തോടെ പൊട്ടിക്കരയുന്നുണ്ട് അച്യുതൻ. അംബികയും വിഷമത്തോടു കൂടി തന്നെ ഞെട്ടി നിൽക്കുവാണ്. ഈ സമയം തന്നെ സ്റ്റേജിൽ വെച്ചിട്ട് നമ്മുടെ അച്യുതനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ട് ഭൂമിജ. സംസാരിച്ചതിന് ശേഷം നമ്മുടെ അച്യുതനോട് 2 വാക്ക് പറയാൻ വേണ്ടി ഭൂമിജ നിർബന്ധിക്കുന്നുണ്ട്. അതേസമയം അച്യുതൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഭൂമിജയെ പറ്റി. അതിനുശേഷം വിഷമത്തോടുകൂടി തന്നെ എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് അച്യുതന്റെ ഫോട്ടോ അവിടെ ഒട്ടിച്ചു വെച്ചിരുന്നു കേട്ടോ. ആ ഫോട്ടോയെ മറിച്ചൊന്ന് വെക്കുന്നു. മറച്ചു വെക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മുടെ സത്യദാസിന്റെ ഫോട്ടോയും ഫാദേഴ്സ് ഡേ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ സത്യദാസിന്റെ ഫോട്ടോയാണ് മറുവശത്ത് ഉണ്ടായിരുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ ഭൂമിജ ഞെട്ടി നിൽക്കുവാണ്. അതേസമയം തന്നെ അച്യുതൻ പറയുവാണ്, ഫാദേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കേണ്ടത് എൻ്റെ ഫോട്ടോയല്ല, ഈ ഫോട്ടോയാണ്. അതായത് സത്യദാസ് സാറിന്റെ മകളാണ് ഭൂമിജ എന്ന സത്യം പറയുന്നു. അതേസമയം തന്നെ ഭൂമിജയുടെ യഥാർത്ഥ അച്ഛൻ സത്യദാസ് ആണെന്ന് അവിടെ ഇരുന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. കേൾക്കുന്ന ഭൂമിജയാകട്ടെ സത്യദാസ് ആകട്ടെ അജയ് ആകട്ടെ ഇവരെല്ലാവരും ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ്. അതേസമയം തന്നെ സത്യദാസ് വന്നിട്ട് ദേഷ്യത്തിൽ അച്യുതന്റെ കരണം നോക്കി ഒരു അടി കൊടുക്കുന്നുണ്ട്. സത്യദാസിന് ദേഷ്യം അടക്കാനേ ആകുന്നില്ല. എന്നിട്ട് പറയുവാണ്, താൻ എന്നോട് എൻ്റെ മകളെ കുറിച്ച് ചോദിച്ചല്ലോ, അപ്പോൾ താൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടാണോ എൻ്റെ അടുത്ത് ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിച്ചത്? താൻ എന്തു ചതിയാ എന്നോട് ചെയ്തത്? ഇത്രയും കാലം എൻ്റെ മകളെ എന്നിൽ നിന്ന് താൻ എന്തിനാടോ അകറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യദാസ് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് അച്യുതനെ. അച്യുതനാകട്ടെ ഒന്നും പറയാതെ ഞെട്ടി നിൽക്കുവാണ്. അംബികയും അതേസമയം തന്നെ ഒന്നും പ്രതികരിക്കാനാകാതെ സങ്കടത്തോടെ അവിടെ നിൽക്കുന്നു. അതുപോലെ ഇതിനു പിന്നിലുള്ള കാരണം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ അച്യുതനെ തടഞ്ഞു നിർത്തുവാണ് എല്ലാവരും ചേർന്ന്. അതേസമയം തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ഭവാനി കമാലിനെ വിളിച്ചിട്ട് പറയുവാണ്, നീ ഇനി ഞങ്ങളെ കൊല്ലുന്നതാണ് നല്ലത്. ഉച്ചയ്ക്ക് 1 മണിക്ക് മുന്നേ ആയിട്ട് എന്റെയും എൻ്റെ മകളുടെയും വിധി വരും. അതിനു മുന്നേ ആ 2 എണ്ണത്തിനെ നീ കൊന്നിരിക്കണം. സമയം കമാല് പറയുവാണ്, മാഡം ഇന്നത്തെ ഒരു ദിവസം കൂടെ എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട് കമാല് വേഗം തന്നെ അച്യുതന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതേസമയം അച്യുതൻ അവിടെ നിപ്പുണ്ടായിരുന്നു. അച്യുതനെ ഒരു കത്തി കൊണ്ട് കുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മുടെ അംബിക വന്ന് തടയുന്നുണ്ട്. കമാല് പിടിച്ച് തള്ളുന്ന സമയത്ത് അംബികയുടെ തല വന്ന് ചുവരിലിടിക്കുന്നുണ്ട്. അങ്ങനെ അംബികയുടെ ബോധം പോകുന്നുണ്ട്. ഈ സമയം തന്നെ കമാല് അച്യുതനെ പിടിച്ചു വലിച്ച് പിന്നിൽ നിന്ന് കുത്തുന്നുണ്ട്. അതേസമയം തന്നെ കമാൽ ആ കുറ്റകൃത്യം ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ അച്യുതൻ മരിക്കുന്നുണ്ട്. അംബിക ബോധം വന്ന് അച്യുതനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അച്യുതൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അംബിക അച്യുതനെ പിടിച്ചു വെച്ച് കരയുന്നുണ്ട്. അതേസമയം തന്നെ അച്യുതന്റെ ചോര കയ്യിലാകുമ്പോൾ ഞെട്ടി നിൽക്കുവാണ് നമ്മുടെ അംബിക. എന്തു ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിൽക്കുവാണ് അംബിക. അതേസമയം ഭൂമിജ അംബികയും അച്യുതനെയും കാണാനില്ലാത്തത് കൊണ്ട് അന്വേഷിക്കുവാണ്. ആ സമയത്ത് വീട് പൂട്ടിയിട്ടിരിക്കുന്നു. വാതിൽ തുറക്കാനേ കഴിയുന്നില്ല. എല്ലാവരെയും വിളിച്ച് വാതിൽ ചവിട്ടി ജയ് വേഗം തന്നെ വാതിൽ ചവിട്ടി തുറക്കുന്നു. കണ്ടതോ അച്യുതൻ മരിച്ചു കിടക്കുന്നു. ഈ സമയം ഈ കാഴ്ച കണ്ട അജയും ഭൂമിജയും സത്യദാസുമാകട്ടെ ഞെട്ടി നിൽക്കുവാണ്. വിശ്വസിക്കാൻ കഴിയുന്നില്ല അവരാർക്കും. അച്യുതൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭൂമിജയ്ക്കാകട്ടെ ഇതൊട്ടും തന്നെ താങ്ങാൻ കഴിയുന്നില്ല. എന്ന് വിളിച്ചും കൊണ്ട് ഉറക്കെ കരയുന്നുണ്ട്. വിളിക്കുന്ന ഭൂമിജയെ
നമ്മുടെ അജയും സത്യദാസും ചേർത്ത് പിടിക്കുന്നു. എല്ലാവരും ചേർന്ന് നമ്മുടെ ഭൂമിജയെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. സമയം തന്നെ രാത്രിയിലാകട്ടെ ഭൂമിജ ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ട്. തന്റെ അച്ഛനില്ലാത്ത ഈ ലോകത്ത് തനിക്കും ഇനി ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭൂമിജ കരയുന്നു. അതേസമയം തന്നെ ആംബുലൻസ് വന്ന് അച്യുതന്റെ ബോഡി കൊണ്ടുപോകുമ്പോൾ വീടിന് പുറത്തിറങ്ങി നിന്ന് പൊട്ടിക്കരയുന്നു. പുറത്ത് അച്യുതന്റെ കാർ കിടപ്പുണ്ടായിരുന്നു. കാറിനെ നോക്കിയിട്ട് ഭൂമിജ അലറി കരയുന്നുണ്ട്. തന്റെ അച്ഛനെ ഇനി ഒരിക്കലും തനിക്ക് കാണാൻ കഴിയില്ലല്ലോ എന്നോർത്ത് കരയുന്നുണ്ട് ഭൂമിജ. ആ സമയത്ത് നല്ല മഴയും ഉണ്ടായിരുന്നു. ആ മഴയെല്ലാം ഭൂമിജ നനഞ്ഞു. ആ കാറിന്റെ ആ കൊടും മഴയത്ത് നമ്മുടെ ഭൂമിജ കാറിന്റെ പുറത്ത് തല വെച്ച് പൊട്ടിക്കരയുന്നുണ്ട്. എന്റെ അച്ഛനെ ഓർത്ത്. എന്റെ അച്ഛനില്ലാത്ത ഈ ലോകത്ത് തനിക്കിനി ജീവിക്കാൻ കഴിയില്ലെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഭൂമിജ പറയുന്നു. ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷം അവസാനിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.